സുഹൃത്തേ, ഒരു നിമിഷം. നമ്മോടൊപ്പം നിൽക്കുന്നത് ഇന്ന് മാനസ് ട്രാക്ടേഴ്സിലെ സീനിയർ ടെക്നീഷ്യനായ മിസ്റ്റർ രഘു ഫോർമാൻ ആണ്. അപ്പോൾ രഘുട്ടാ, നിങ്ങൾ പറയൂ, ഇതിനുള്ള ഫ്യൂച്ചേഴ്സ് എല്ലാം പറയും. ഇഞ്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ഇതിൽ വന്നിട്ട് ഡീസൽ ഫിൽറ്റർ സിംഗിളാണ്. പിന്നെ ഇഞ്ചിൻ്റെ പ്രത്യേകത പറയുന്നത് ഓയിൽ സർവീസ് വന്നിട്ട് 500 മണിക്കൂറിലാണ് ഇതിൻ്റെ സർവീസ്. വേറെ വണ്ടിനെ അപേക്ഷിച്ച് ഇത് ഗിയർ പോകാൻ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നത് ഗിയറിലും ഇഞ്ചിനിലും സർവീസിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്ന് ഡീസൽ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, എലിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ സാധനം, എലിമെൻ്റാണ് ഇത്, ഡീസൽ കൂളിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ടാണ് പൊല്യൂഷൻ കമ്മിയാവുന്നത്. അടുത്ത് വന്ന് ഗിയർ ബോക്സിനെ പറ്റിയിട്ടുള്ളതാണ്. സി ഗിയർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചളിയിൽ കൂട്ടാനും ലോഡ് വരുന്ന സമയത്ത് ഉപയോഗിക്കാനും സി ഗിയർ ഉപയോഗിക്കാം. T20 ലിവർ പുതിയതായിട്ട് വന്നിരിക്കുന്നത്, പഴയത് കുറച്ച് നീളം കുറവായിരുന്നു, പുതിയത് വന്ന് നല്ല ഹൈറ്റിലാണ്. ഉപയോഗിക്കാൻ PTO ഉപയോഗിക്കാൻ സിമ്പിളായിരിക്കും. ജോൺ ഡിയറിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് PTOൻ്റെ ഡബിൾ സ്പീഡാണ്. അതിനെ പറ്റി പറഞ്ഞു തരാം. ഇതിൽ വന്ന് ഡബിൾ സ്പീഡാണ് വരിക. ഒന്ന് സ്പീഡ് കൂടുതലും ഒന്ന് കുറവും. ഫസ്റ്റ് വന്നിട്ട് സ്പീഡ് കൂടുതൽ ഉപയോഗിക്കുന്നത് ബെയിലിയർ വർക്കിനും, രണ്ടാമത്തെ സ്പീഡ് കമ്മിയായിട്ടുള്ളത് റൊട്ടാവേറ്റർ വർക്കിനുമാണ് ഉപയോഗിക്കുന്നത്. മാനസ് ട്രാക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സർവീസിലും സെയിൽസിലും ഒരുപോലെ ആയിരിക്കും.